ഗൈസ് ഇതൊക്കെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. നമ്മളെ ഒത്തിരി കുട്ടികൾ ഗെയിം ഒന്നും കളിച്ച് നടക്കുമ്പോൾ നമ്മുടെ പിള്ളേര് ഫുട്ബോൾ ടൂർണമെന്റ് വെക്കാൻ പോവാ അല്ലേ? എവിടെ വെച്ചാ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നത്? ഗൈസ് അപ്പൊ ഇത് കുട്ടികളുടെ ടൂർണമെന്റ് ആണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികളിലേക്കും എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ടൂർണമെന്റിനെ പറ്റി ഇവരെന്നെ പറഞ്ഞുതരും. 400 ഗ്രൗണ്ട് ഫീ. സെവൻസ് നമ്മൾ കളിക്കുന്നത് 2012 അതിന് താഴെയുള്ള കുട്ടികൾക്കും പങ്കെടുക്കാം അല്ലേ? കുറച്ച് ടീമായിട്ടുള്ളൂ. നമുക്ക് ടീമിന് ആവശ്യമുണ്ട്. ഇനിയും അവർക്ക് ടീമിന് ആവശ്യമുണ്ട്. അപ്പം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 12 ടീമുകൾ അല്ലേ? 12 ടീമുകളെയാണ് എടുക്കുക. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഫീ എത്ര വരുന്നത്? 400. അഡ്വാൻസ് ആയി 200 രൂപ ആദ്യം ഗൂഗിൾ പേ ചെയ്യണം. അപ്പൊ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, അഡ്വാൻസ് അതിൽ ഗൂഗിൾ പേ ഉണ്ടാവോ? അതിൽ ഗൂഗിൾ പേ 200 അടക്കുക. എന്നിട്ട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ എന്നാണ് പറഞ്ഞ ദിവസം? ഓക്കെ, 18 ഞായറാഴ്ച 9 മണിക്ക് കൊടുക്കും അല്ലേ? അതുപോലെ നിങ്ങളുടെ നാട്ടിലുള്ള ടീമുകളെ നിങ്ങൾ എന്ത് ചെയ്യാ, പങ്കെടുപ്പിക്കാം. പിള്ളേരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇതേ താല്പര്യമുള്ള ടീമുകൾ ഇതിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ സ്പോൺസർമാരൊക്കെ ആയോ? ആരൊക്കെ? ഫുള്ളായി. വിന്നേഴ്സ് പ്രൈസ് മണി സ്പോൺസർ ചെയ്തത് എംപ്ലാനറ്റ് ആണ്. ട്രോഫി അൽ റൈഹാൻ ഐ ഹോസ്പിറ്റലാണ്. റണ്ണേഴ്സ് ട്രോഫി ജോളിയാണ്, ജോളി ഹോട്ടല്. റണ്ണേഴ്സ് പ്രൈസ് മണി പല്ലരാസാണ്. കണ്ടോ, അപ്പോഴേക്ക് സ്പോൺസർമാരൊക്കെ പിള്ളേരെ സെറ്റാക്കി എന്നുള്ളതാണ് കേട്ടോ. പിന്നെ എൻസൈം വാട്ടർ ക്ലിനിക് ഒക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നാട്ടുമ്പുറത്തെ ടീമുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ടൂർണമെന്റ് അല്ലെ? അപ്പൊ അക്കാദമീസിന് പ്രവേശനം അല്ലാന്നാ പറയുന്നത് കേട്ടോ. ഗൈസ് അപ്പൊ ഇത് കുട്ടികളുടെ ടൂർണമെന്റ് ആണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികളിലേക്കും എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.